നീ ഏതാടി വെച്ചേ? ഞാനിവിടുത്തെ വേലക്കാരിയാ. ഓഹോ, ഈ സാധനം വാങ്ങിച്ചാത്തുണ്ട്. നീ മേടിക്കൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ ആളാ, വാങ്ങിച്ചോണ്ട്. കൊച്ചാ, നീ ഇവിടെ ആയിരുന്നു? എന്താ വേണ്ടതാവോ? വേണ്ടതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറയാനോ? ഇവിടെ നിനക്ക് വിഷമങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയണം. ഇല്ല മുതലാളി. നീ വന്നേ, ആ കടയിൽ പോയി 2 പാക്കറ്റ് വിൽസ് മേടിച്ചിട്ടുണ്ടോ? ഞാൻ അവളെ 2 പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാ പൊന്നെ. ഒരു പെണ്ണും ഒരാഴ്ച തികച്ചു ഇവിടെ നിൽക്കാറില്ല. വയസ്സായില്ലേ? ഇനിയും വേണോ ഇതൊക്കെ? ഞാൻ എന്തോ ചെയ്തെന്ന്? നിങ്ങൾ എനിക്ക് 30 വർഷമായി പരിചയമാ. ഇനി എന്റെ മുമ്പിൽ ഈ കളിയൊന്നും വേണ്ട. അവളാണെങ്കിൽ ഒരുത്തനോട് പൊറുക്കുന്നോളുവാ. ആ, അപ്പൊ പിന്നെ കൂടുതൽ സൗകര്യമായില്ലേ? എടി, നീ പേടിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ പഴയ പോലെ താല്പര്യമൊന്നും ഇല്ല. ഒട്ട് വയ്യാതാനും. അത് നിനക്കറിയാൻ പാടില്ലേ? ആ, നീ ഔട്ട് ഹൗസിന്റെ താക്കോലിയാണ്. എന്തിനാ? അവരൊക്കെ വരാറായി. ഇനി ഇവിടെ എങ്ങാനും കൂത്താടിയാ മതി. അപ്പുറത്തേക്കും എടുക്കാൻ ഒക്കില്ല. എന്താ? ഒരാൾ വാടക ഉറപ്പിച്ച് താക്കോല് വാങ്ങി പോയിട്ടുണ്ടത്. ഞെട്ടുകൊന്നും വേണ്ട. അതും ചെയ്യേണ്ടി വരും. കഴിഞ്ഞുകൂടാ, ഇതും ഇതിലപ്പുറം ചെയ്യേണ്ടി വരും. മുതലാളി, പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? ജാനകി, എന്താ? അവതച്ചൻ. പിന്നെ എന്തായ അവതച്ച? അവർക്ക് ഇഷ്ടപ്പെട്ടു. മകളെ അല്ല, അച്ഛന്. എന്നോട് പറഞ്ഞു കലാകാരന്മാരെ, നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു വിവാഹം ഈ വീടിന്റെ പടി കയറൂല. അതിന് ഞാനെന്തോ ചെയ്യുന്ന? ഒന്നും ചെയ്തില്ല. നാട്ടുകാർ പറയുന്നത് കേട്ടാ മതി. പോകില്ലേ? വരുന്നവരൊക്കെ എന്തിനാ എന്റെ കാര്യം നോക്കുന്നത്? അവർക്ക് പെണ്ണയല്ലേ വേണ്ടത്? അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ മകളായി ജനിച്ചത് അവളുടെ കുഴപ്പം ഇല്ല. താൻ എന്നെ വാങ്ങിട്ടാ പോകും. എന്റെ പൊന്നെ, ഞാൻ ഒരു ഇടക്കാരനാ. പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കാം. ജാനകമ്മേ, ഇതും നടക്കി. ഇനി ഒരു ആലോചന കൊണ്ട് ഞാൻ വരികയില്ല. ഇടക്കാരനാണ് പോലും ഇടക്കാരൻ. ഓടാടുന്നു. എനിക്കറിയാടോ എന്നെ മാല കെട്ടിക്കാൻ. മുതലാളി, കൊച്ച രാഘവൻ എവിടെ? ലോറിയെ തീരുമാറ്റി പോയിരിക്കുക. ഓഹോ. ഈ ഭിത്തിയൊന്നും തേച്ചിട്ടില്ലല്ലേ? ശരി, നമുക്ക് തേപ്പിച്ചല്ലേ? വെച്ചേ, നിന്നെ കണ്ടപ്പോ പോലെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം നിന്നോട്. സാധാരണ എനിക്കങ്ങനെ ആരോടും തോന്നാറുള്ളതല്ല.
കേട്ടോ രോഹിണിയമ്മേ, ഇവിടെ കല്യാണാലോചനയുമായിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. വന്നിട്ടുള്ള ചെറുക്കന്മാർക്കെല്ലാം പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. എന്താണ് അവരുടെയൊക്കെ കുടുംബ പാരമ്പര്യം, കുടുംബ മാഹാത്മ്യം, ഇതൊക്കെ അറിയണ്ടേ? എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ എന്റെ മകളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് എത്തിച്ചു വിടൂ. ബാലേന്ദ്രനെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ആ മുഖം കണ്ടാൽ അറിയാം എന്താണ് ആ കുടുംബ മാഹാത്മ്യം, ആ സ്വഭാവം, ആ നടപ്പ്, എല്ലാറ്റിലും ഉണ്ടത്. ആ നടപ്പിലും എടുപ്പിലും എല്ലാം. അയ്യോ മതി. ആ അപ്പോ രോഹിണിയമ്മേ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാ പറ്റില്ല. കല്യാണ തീയതി എത്രയും വേഗം നിശ്ചയിക്കണം. കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ബന്ധുക്കളായിട്ട് സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു വരണ്ടേ? അത് മാത്രമല്ല, കാഞ്ഞിക്കര തറവാടും ചേന്നക്കര തറവാടും തമ്മിലുള്ള ഒത്തുചേരലുണ്ടല്ലോ, പുറത്തറിഞ്ഞ ഒരു സംഭവമായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങി വേടാ മാറി. എടാ അമ്മലക്കാളെ, മൂട്ട് അരച്ചിട്ടും തീർന്നില്ല നിന്റെ കാമഭ്രാന്ത്. ഞാൻ തീർത്തു തരാം. അവിടെ ഇറങ്ങി വേടാ പട്ടി. എവിടാ അതിന്റെ തണ്ട? പെണ്ണെ, ഇയാളെന്താ കള്ളടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? ഒച്ച കേൾക്കാൻ റെഡി. ചേച്ചി കാണാൻ ഒരു കൂട്ടി വന്നിരിക്കകത്ത്. ആണോ? എങ്കിൽ അവരെ കൂടെ വിളിയടാ. അവര് കേൾക്കട്ടെ നിന്റെ തന്തയുടെ കോടിയാരം. ജനാർദ്ദനാ, പൊന്നു രാഘവ ഒന്ന് ബഹളം വെക്കാതിരി. എന്താ അതിന് കാര്യം? എന്താ കാര്യമെന്നോ? ഇവിടെ ഇങ്ങോട്ട് അയച്ചതേ ഇവിടെ വീട്ടുകാരൊക്കെയാ, അല്ലാതെ നിങ്ങളുടെ കെട്ടിയോന്റെ ഇവിടെ എന്തുണ്ടായി? ഇവിടെ അല്ല, എന്റെ വീട്ടില്. ഞാനില്ലാത്തപ്പോ കയറി വന്നിരിക്കുന്നു ഇവിടെ പിടിക്കാൻ. നീ ആരാടാ? നീ എന്താ ചെയ്യുന്ന? എന്നാടാ കൊണ്ടുവന്നിരിക്കുന്നു? നിനക്ക് എന്താന്ന് വെച്ചാ ചെയ്യടാ. അപ്പേ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോട് പെണ്ണെടുക്കാൻ വന്നിരിക്കുക. ഈ തെണ്ടിയെ കണ്ടാ കുളിക്കണം. ഞാൻ നാടി നിന്റെ മോളെടുത്ത് ഇവിടെ പറയാൻ നിൽപ്പില്ലേ? നിന്നെ കാവള കയറി പിടിക്കാൻ പാടില്ലായിരുന്നോ? മജി, താക്കോൽ.